അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സമാദരണീയരും ബഹുമാന്യരുമായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അവൻ്റെ തൃപ്തിയിലായി ജീവിച്ച് അവൻ്റെ തൃപ്തിയിലായി മരണപ്പെട്ട് അവൻ്റെ ലിഖാ കണ്ട് ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പ്രയാണം തുടരുന്നത്. നമുക്കറിയാം, റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, ഐതുഖും മിനന്നാറിൻ്റെ നരകമോചനത്തിൻ്റെ 10 എന്നിങ്ങനെ 3 10 പരിശുദ്ധ റമളാനിനെ ഭാഗിച്ചിരിക്കുന്നു. അതിൽ പ്രഥമമായ റഹ്മത്തിൻ്റെ 10 6 ദിവസം നമ്മോട് വിട പറയുന്നു. ശേഷിച്ച 4 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. സൃഷ്ടികൾ അതിരറ്റ് സ്നേഹിക്കുന്ന സൃഷ്ടാവായ തമ്പുരാൻ കോടാനക്കോടി അടിമകൾക്ക് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ ആരോടാണ് അള്ളാഹു കരുണ ചെയ്യുക? സോഷ്യൽ മീഡിയയിലൂടെ ദൂരദിക്കുകളിലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് കാതങ്ങൾക്കപ്പുറത്തെ ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ വേദനയിൽ മനം നോവുന്ന നമ്മൾ കാലടി ശബ്ദം കേൾക്കുന്ന അയൽവാസിയുടെ യാതന വേദനകൾ അറിയാതെ പോകുന്നു. മറ്റുള്ളവരോട് ഇടപെടാതെ, അവരോട് കരുണ കാണിക്കാതെ നാഥൻ എങ്ങനെ ഈ ജനറേഷനോട് കരുണ കാണിക്കും? അതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരോടും ഇതര സഹജീവികളോടും നിങ്ങൾ കരുണ കാണിക്കുക. വയർഹമുക്കും മൻ ഫിസ് സമാ, എന്നാൽ ആകാശ ലോകത്ത് വസിക്കുന്നവരെല്ലാം നിങ്ങളോട് കരുണ ചെയ്യും. ഇങ്ങനെ മറ്റുള്ളവരോട് കരുണ ചെയ്ത് നാഥനിലേക്ക് ഒരുപാട് അടുത്ത് ഈ പരിശുദ്ധമായ പരിപാവനമായ മാസത്തിൽ അള്ളാഹു ഓഫർ ചെയ്ത റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടണം. അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കണം. നമ്മൾ അവൻ തരാൻ സജ്ജമായിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാലും അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ അവൻ നൽകും. അവൻ നമുക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. മഹാനായ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ സമൂഹം ഒരൽപ്പം പോലും ജലം ലഭിക്കാതെ വരൾച്ച അനുഭവിച്ച് ഒടുവിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമക്ഷം വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മൂസാ നബിയെ, ഞങ്ങൾ വെള്ളമില്ലാതെ വളരെ കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു. മഴ വർഷിച്ചില്ല. വീണ്ടും ആ ജനത വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മഴ വർഷിച്ചില്ല. അവസാനം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മഴയ്ക്ക് വേണ്ടി മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, മൂസാ നബിയെ, അങ്ങ് ദുആ ചെയ്തിട്ട് കാര്യമില്ല. 40 വർഷത്തോളമായി അള്ളാഹുവിനെ ധിക്കരിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. അവൻ പുറത്തു പോയാൽ സമൂഹമേ, ഈ കൂട്ടത്തിൽ 40 വർഷമായി അള്ളാഹുവിനെ ധിക്കരിച്ച് കഴിയുന്നൊരു മനുഷ്യനുണ്ട്. നാഥൻ ചെയ്ത തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാത്ത അവൻ പുറത്തു പോയാലല്ലാതെ അള്ളാഹു മഴ തരില്ല. 3 തവണ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും ആരും പുറത്തു പോകുന്നില്ല. പക്ഷേ സദസ്സിൻ്റെ ഒരു മൂലയിൽ ഒരു മനുഷ്യനിരിക്കുന്നുണ്ട്. അയാൾ അമ്പരന്നു. എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അയാൾ കുനിഞ്ഞിരുന്ന് അള്ളാഹുവിനോട് പറഞ്ഞു, നാഥാ, 40 വർഷത്തോളം നീ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. എന്നിട്ടും നിന്നോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു. നീയെല്ലാം മറച്ചു വെച്ചു. ഇന്ന് ഈ ജനക്കൂട്ടത്തിൽ വെച്ച് നീ എന്നെ വശലാക്കരുത്. ഇനി ഞാൻ ഒരു തെറ്റിലേക്കുമില്ല. പൂർണ്ണമായും നിന്നിലേക്ക് മടങ്ങുന്നു അല്ലാഹ്. ഇത് പറയേണ്ട താമസം ആകാശം മേഘാവൃതമായി. ഘോരമായ മഴ വർഷിച്ചു. മൂസ അലൈഹിസ്സലാം അതിശയിച്ചു. ആരും പുറത്തു പോയില്ലല്ലോ, പിന്നെ എങ്ങനെ മഴ ലഭിച്ചു? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബിയെ, 40 വർഷത്തോളമായി തെറ്റ് മാത്രം ചെയ്ത ആ മനുഷ്യൻ ഈ സദസ്സിലിരുന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ നാഥൻ അവൻ്റെ കാരുണ്യവർഷം നിങ്ങളിലേക്ക് നമ്മൾ ചെയ്തിരിക്കില്ല.
ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും സമ്പാദിക്കാൻ നമ്മൾ മുതിരണം. അതിന് അനുയോജ്യമായ മാസമായി റമളാനിനെ നമ്മൾ കാണണം. റമളാനിൽ കരുണ ലഭിച്ചില്ലെങ്കിൽ പിന്നെ കരുണ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ മാസത്തിൽ മഗ്ഫിറത്ത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതും അത് തന്നെയാണ്. മല്ലം യുഗ്ഫർ ലഹു ഫി ഹാദ അശ്ശഹരി ഫമതാ യുഗ്ഫർ ലഹു. ഈ മാസത്തിൽ പാപമോചനം ലഭിക്കാത്തവൻ പിന്നെ എപ്പോഴാണ് അവന് പൊറുക്കപ്പെടുക? മറ്റുള്ള ദിനങ്ങളെ, മറ്റുള്ള മാസങ്ങളെ നാം കാണുന്നത് പോലെ പരിശുദ്ധമായ റമളാന്റെ പുണ്യമായ ദിനങ്ങളെ നാം കാണരുത്. മദീനത്തെ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മീസാന്റെ അടുക്കൽ ഞാൻ നിൽക്കുമ്പോൾ മലക്കുകൾ ഒരു യുവാവിനെ അവൻ്റെ മുഖത്തടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ആ യുവാവെന്നെ വിളിക്കും, യാ മുഹമ്മദ് അൽ മുസ്തഗാഥു ബിക്, ഓ മുഹമ്മദേ ഒന്ന് സഹായിക്കണേ, ഒന്ന് സഹായിക്കണേ. ആ സമയത്ത് ഞാൻ മലക്കുകളോട് ചോദിക്കും, എന്താണ് ഇവൻ്റെ പാപങ്ങൾ? അവർ പറയുമത്രേ, അദ്റക ശഹ്റ റമളാൻ ഫഅസല്ലാഹ ഫീഹി വലം യതുബ് ഫഅഖദഹുല്ലാഹു ഫുജ്അ. ഇവൻ റമളാനിൽ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചവനാണ്, അവൻ തൗബ ചെയ്തിട്ടില്ല. ഇത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിഅസ ശബാബു അൻത്, എത്ര നീചനാണിവൻ, എത്ര നീചനാണിവൻ. എന്നിട്ട് പോലും പുണ്യനബി അവന് വേണ്ടി ശഫാഅത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, അവനോട് തർക്കിക്കുന്ന ഒരാളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കും, ആരാണ് ഇവനോട് തർക്കിക്കുന്നത്, ആരാണ് ഇവനോട് തർക്കിക്കുന്നത്? അള്ളാഹു പറയും, അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഇത് കേട്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവനെ കൈയൊഴിയും. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മുടെ ജീവിതത്തിന് പുതിയൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാവട്ടെ. സൽപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത് സുന്നത്തുകൾ അധികരിപ്പിച്ച് ധാരാളം തവണ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് നാഥനിലേക്ക് ഒരുപാട് അടുക്കണം. പരിശുദ്ധമായ ഖുർആന്റെ വാർഷികമാണ് റമളാൻ മാസം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. നമ്മുടെ സംഘടനയുടെ വാർഷികം നാം ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. സ്ഥാപനത്തിൻ്റെ വാർഷികം നാം ആഘോഷിക്കാറുണ്ട്. അതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ മാനിഫെസ്റ്റോ ആയ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധമായ ഖുർആന്റെ വാർഷികം ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരമൊരു മതപഠന ക്ലാസ് സംഘടിപ്പിക്കുന്ന ഹരിതഹസ്തം വാട്സപ്പ് ഗ്രൂപ്പിനെ സർവ്വവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആകളിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ വമാ തൗഫീഖി ഇല്ലാ ബില്ലാ വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.